ശിക്ഷ എന്ന കഥയുടെ തുടർഭാഗം. രമ്യയുടെ ബുക്കുകളും മറ്റും എല്ലാം പരിശോധിച്ച് രമ്യയുടെ പുസ്തകങ്ങളും ബുക്കുകളും ആർക്കോ പഠിക്കാനെന്ന വ്യാജേന അവന്മാരുടെ അനുയായിയായ സാനിയെ എടുത്തുകൊണ്ടുപോയി. പണക്കാരുടെ മക്കളല്ലേ, എതിർക്കാൻ പറ്റുമോ? രൂപ രേണുകയോട് പറഞ്ഞു. എതിർത്താൽ അടുത്ത അനുഭവം എനിക്കായിരിക്കും. ഞാൻ ചോദിക്കാൻ മറന്നു രൂപയോട് ഒരു കാര്യം. അന്ന് രമ്യയെ കാണുവാൻ വന്ന കൂട്ടത്തിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടി ഏതാണ്? ഞാൻ അമ്മയോട് പറയാൻ മറന്നു. അതാണ് റാം. അവൻ ഞങ്ങളുടെ കോളേജിൽ MD ചെയ്യുന്ന ഡോക്ടറാണ്. അവന് രമ്യയെ വളരെ ഇഷ്ടമായിരുന്നു. അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞ് അമ്മയോട് പറയാമെന്നവർ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അയാൾ ആകെ നിരാശയിലാണ്, ആകെ തകർന്ന പോലെ. ആ ചെറുപ്പക്കാരൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് തരാമോ? രേണുക ചോദിച്ചു. ഞാൻ തരാം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ നമ്പറിൽ രേണുക വിളിച്ചു. ഞാൻ രമ്യയുടെ അമ്മയാണ്. പിന്നെ കുറച്ചു സമയത്തേക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. രേണുക കുറച്ചു കഴിഞ്ഞ് പറഞ്ഞു. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. അതിനുശേഷമാണ് രമ്യ ജനിച്ചത്. അതിനുശേഷം ഏക പ്രതീക്ഷ രമ്യയായിരുന്നു. അതും ഇപ്പോൾ തീർന്നു. ഇനി എന്തിന് എന്നൊരു ചോദ്യം എനിക്കുമുണ്ടാകാം. പക്ഷേ എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് വേറെ ആരുമില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. അതുകൊണ്ട് റാം, കണ്ണ് തുറന്നപ്പോൾ മുതൽ കാണുന്ന മാതാപിതാക്കളുടെ മുഖം മറക്കരുത്. ജീവിതം ഒന്നും ആയിട്ടില്ല. റാമിൻ്റെ തകർച്ചയ്ക്ക് കാരണം എൻ്റെ മകൾ കൂടിയാണെന്ന് വന്നാൽ അവളുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. എനിക്ക് മറക്കാൻ ആവുന്നില്ല അമ്മേ. ഞങ്ങൾ തമ്മിൽ മാന്യത പുലർത്തിയിരുന്ന ബന്ധമായിരുന്നു. എനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അവൾ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. ആ ദുഷ്ടന്മാർ എല്ലാവരും കൂടി എൻ്റെ രമ്യയെ മതിയോനെ. നാട്ടിൽ ഞാൻ വരുമ്പോൾ നമുക്കൊന്ന് കാണണം. പിന്നെ വിളിക്കാം. രേണുക 1 വർഷം കൊണ്ട് കുറേ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ. അടുത്ത അവധിക്ക് നാട്ടിൽ വരുന്ന കാര്യം ആരെയും അറിയിച്ചില്ല. രേണുക അവധിക്ക് വന്നു. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണ്ടേ? തീർച്ചയായും വേണം. അതുവഴി സംഘടിപ്പിച്ച നമ്പറുകളിലേക്ക് കണ്ണോടിച്ചു. ആദ്യത്തേത് ജെറിക്ക് ആകാം. കാരണം അർഹതയില്ലാഞ്ഞിട്ടും പണമുള്ളവൻ്റെ മക്കളായതുകൊണ്ട് അഡ്മിഷനും വാങ്ങി ഡോക്ടറാക്കി മറ്റുള്ളവരുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി ആയകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കുന്ന ഇവനൊക്കെ അറിയുമോ? മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് പഠിക്കാൻ വരുന്ന പാവപ്പെട്ട കുട്ടികളുടെ ജീവിതത്തിൻ്റെ വില എന്താണെന്ന്? പറന്നുപോകുന്ന കാക്കയുടെ വില പോലും അവനൊന്നും സാധാരണക്കാർക്ക് കൊടുക്കുകയില്ല. ഇതിനി ആവർത്തിക്കരുത്. രേണുക കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസം തുടങ്ങി. ജെറിയുടെ നമ്പറിൽ വിളിച്ചു. ഒരു സ്ത്രീ ശബ്ദം കേട്ടതേ അവനിലെ മൃഗമുണർന്നു. ഞാൻ അവനോട് വളരെ ലാഘവത്തോടെ സംസാരിച്ചു. അവസാനം അവൻ പറഞ്ഞു, ഒരു ഹോട്ടലിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. രേണുക അത്യാവശ്യ സാധനങ്ങളുമായി ആ ഹോട്ടലിലെത്തി. അവന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, പെണ്ണായാൽ മതി. അവർ റൂമിലെത്തി. അവൻ ചെന്നപാടെ മദ്യക്കുപ്പി തുറന്നു. ഞാൻ ഒഴിച്ചു തരാം. രേണുക മദ്യം അവന് ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ വീര്യം കൂടിയ മയക്കുമരുന്ന് മദ്യത്തിൽ കലർത്തി. മദ്യം കുടിച്ച് അവൻ കണ്ണുകൾ അടയ്ക്കുവാൻ തുടങ്ങി. നിവർന്നു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവൻ കട്ടിലേക്ക് വീണു. ആ സമയം രേണുക മയങ്ങാനുള്ള ഒരു കുത്തിവെപ്പെടുത്തു. അതിനുശേഷം എങ്ങനെയാണോ എന്തുപയോഗിച്ചാണോ തൻ്റെ മകളുടെ ജീവിതവും ജീവനും എടുത്തത്, അത് അവൻ്റെ ദേഹത്തു നിന്നും വിച്ഛേദിച്ചു. ഇനി അവൻ സ്വയം ഉരുകി ചത്തോളും. അവന് സംഭവിച്ചത് അവൻ ഒരു കാരണവശാലും പുറംലോകത്തെ അറിയിക്കുകയില്ല. പിന്നീട് ജെറി കോളേജിൽ വന്നിട്ടില്ല. കാരണം ആർക്കും അറിയില്ല. അടുത്തത് അമൽ, അടുത്തത് ശ്യാം, അലൻ, എല്ലാവരും പലയിടത്ത് വെച്ചും രേണുക ഈ സമ്മാനം എല്ലാവർക്കും കൊടുത്തു. കോളേജിനെ ഇളക്കിമറിച്ച മിടുക്കന്മാർ പെട്ടെന്ന് അപ്രത്യക്ഷമായതിൽ പലരും സംശയം പ്രകടിപ്പിച്ചു. രേണുക ഇതാരോടും ഒളിച്ചു വയ്ക്കാൻ പോയില്ല. തൻ്റെ കർത്തവ്യ പൂർത്തീകരണത്തിന് ശേഷം സ്വയം സ്റ്റേഷനിൽ ഹാജരായി കുറ്റം സമ്മതിച്ചു. പക്ഷേ പരാതിക്കാറില്ല. സമൂഹത്തിൻ്റെ മുൻപിൽ തങ്ങളുടെ മക്കൾ ആണല്ലാതായി മാറിയ കാര്യം സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ലേ ഭൂരിഭാഗം മാതാപിതാക്കളും. പക്ഷേ രേണുക വെറുതെ ഇരുന്നില്ല. താൻ ചെയ്ത കാര്യങ്ങൾ, തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചവരോട് താൻ എന്ത് ചെയ്തെന്നും ഈ സമൂഹത്തെ അവർ അറിയിച്ചു. ഈ ശിക്ഷ പക്ഷേ പണ്ടേ നമ്മൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല.
പീഡനത്തിനുള്ള ശിക്ഷ ഇതാണ്. അല്ലാതെ ഒരു കോടതിക്കും നിയമ സംവിധാനങ്ങൾക്കും ഇവന്മാരെ വിട്ടുകൊടുക്കരുത്. നാളെ ഇവന്മാർ സ്ത്രീകളെ കാണുമ്പോൾ കരഞ്ഞു തീർത്തോളും കഴുതയെപ്പോലെ. ഇനിയൊരു പെണ്ണും പീഡിപ്പിക്കപ്പെട്ടാൽ ഇതായിരിക്കണം ശിക്ഷ എന്ന് നിങ്ങളുടെ രേണുക. ശേഷിച്ച ജീവിതം മാതാപിതാക്കളോടൊപ്പം അഗതി മന്ദിരത്തിൽ ഉള്ള സ്വത്തുക്കൾ വിറ്റുപെറുക്കി കയ്യിലുണ്ടാക്കിയ എല്ലാ സ്വത്തും അനാഥാലയത്തിന് സംഭാവന കൊടുത്തു. ഇപ്പോൾ രേണുക സമാധാനത്തോടെ കഴിയുന്നു ആ അഗതി മന്ദിരത്തിൽ. ഇവിടെ തീരുന്നു ഈ